ഹലോ മക്കളെ, അപ്പൊ എന്റെ മക്കൾക്ക് എല്ലാവർക്കും കഥ കേൾക്കാൻ ഇഷ്ടമല്ലേ? മിസ് ഒരു കുഞ്ഞു കഥ മക്കൾക്ക് വേണ്ടി പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ പണ്ട് ഒരു രാജാവ് ഉണ്ടായിരുന്നു. അങ്ങനെ രാജാവ് വിചാരിച്ചു, ഒരു മാസത്തിനുള്ളിൽ എനിക്ക് വലിയൊരു കൊട്ടാരം ഉണ്ടാക്കണം. അങ്ങനെ രാജാവ് എന്ത് ചെയ്തു? തൊഴിലാളികളൊക്കെ ഏർപ്പാടാക്കി. പക്ഷെ ഒരു മാസത്തിനുള്ളിൽ വലിയ കൊട്ടാരം ഉണ്ടാക്കാൻ വേണ്ടി പറ്റുമോ? ഇല്ല അല്ലെ? അപ്പൊ തൊഴിലാളികളാണെങ്കിൽ രാജാവ് എന്താ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ കേൾക്കണം, കറക്റ്റ് ആയിട്ട് കേൾക്കണം, അല്ലെങ്കിൽ അവരെ ശിക്ഷിക്കും അല്ലെ? അപ്പൊ അങ്ങനെ തൊഴിലാളികൾ എല്ലാവരും ചേർന്ന് ക്വാളിറ്റി ഒന്നും ഇല്ലാത്ത സാധനങ്ങളൊക്കെ വെച്ച് ഒരു മാസത്തിനുള്ളിൽ തട്ടിക്കൂട്ടി ഒരു വലിയ കൊട്ടാരം ഉണ്ടാക്കി. അങ്ങനെ രാജാവിന് നല്ല സന്തോഷമായി. കാരണം രാജാവ് പറഞ്ഞതുപോലെ തന്നെ ഒരു മാസത്തിനുള്ളിൽ വലിയൊരു കൊട്ടാരമൊക്കെ റെഡിയായി. അങ്ങനെ കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് കൊട്ടാരത്തിൽ കുറെ വിള്ളലൊക്കെ ഉണ്ടാവുന്നു. കൊട്ടാരത്തിന്റെ ആ പഴയ ഭംഗിയൊക്കെ നഷ്ടമായി പോയി. ഓക്കെ, അപ്പൊ ഈ ഒരു കഥയിൽ നിന്ന് എന്റെ മക്കൾക്ക് എന്താ മനസ്സിലായിട്ടുള്ളത്? ഇപ്പൊ മക്കൾക്ക് എക്സാം ഒക്കെ വരുന്ന സമയത്ത് ആ ഒരു മാസത്തിന്റെ ഉള്ളിൽ എന്തൊക്കെയോ തട്ടിക്കൂട്ടി നമ്മൾ വേഗം എന്തൊക്കെയോ പഠിച്ചെടുക്കും അല്ലെ? പക്ഷെ ആ ഒരു കുഞ്ഞു നേരത്ത് നിങ്ങൾ പഠിച്ചെടുക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ഉപകാരമായിരിക്കും. ഭാവിയിൽ നിങ്ങൾക്ക് ഉപകാരം ഉണ്ടായിരിക്കും? ഇല്ല, ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ മറന്നു പോയിട്ടുണ്ടായിരിക്കും അല്ലെ? അപ്പൊ ഈ ഒരു കുഞ്ഞു ക്ലാസ്സിൽ തന്നെ നമ്മൾ എപ്പോഴും നമ്മുടെ അടിത്തറ, നമ്മുടെ ബേസ് എപ്പോഴും സ്ട്രോങ് ആക്കി വെക്കണം. അപ്പൊ മക്കൾക്ക് ഈ ഒരു ബേസ് എല്ലാം സ്ട്രോങ് ആക്കി കുഞ്ഞു ക്ലാസ്സിൽ തന്നെ ടോപ്പർ ആവാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ ബാച്ചിലോട്ട് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റഡീസിൽ മാത്രമല്ല കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. കാരണം കുഞ്ഞു സമയത്തിൽ, ഈ ഒരു കുഞ്ഞു പ്രായത്തിലാണ് നമ്മുടെ ബ്രെയിൻ ഒക്കെ നന്നായിട്ട് ആക്റ്റീവ് ആവാം, നമ്മുടെ തലച്ചോറൊക്കെ നന്നായിട്ട് ആക്റ്റീവ് ആവാം. അപ്പൊ അതുപോലെ നിങ്ങളുടെ ഒരു ഉള്ളിലുള്ള ക്രിയേറ്റീവ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ഒരു ബാച്ചിലോട്ട് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ കുറെ ഗെയിംസിലൂടെയും സോങ്സിലൂടെയും സ്റ്റോറീസിലൂടെയും ഒക്കെ മക്കളുടെ ഉള്ളിലുള്ള ഓരോ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് ഒക്കെ നമ്മൾ കണ്ടെത്തുന്നു. നിങ്ങൾ അതിനുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും? കോച്ചിങ്ങും മോട്ടിവേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ സ്റ്റഡീസും അതുകൂടെ എക്സ്ട്രാ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഒക്കെ നമ്മുടെ ബാച്ചിലോട്ട് ഉണ്ടായിരിക്കും. ഇത് കൂടാതെ തന്നെ നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ മക്കൾക്ക് ഒത്തിരി സർപ്രൈസ് ഗിഫ്റ്റ് ഒക്കെയാണ് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. അപ്പൊ ഇനി നിങ്ങൾക്ക് ബാച്ചിനെ കുറിച്ച് കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ അറിഞ്ഞതിന് ശേഷം ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലോട്ട് മക്കളുടെ പാരന്റ്സിന് കൂടി പെർമിഷൻ ചോദിച്ചിട്ട് എന്ത് ചെയ്യുക? മെസ്സേജ് ചെയ്യുക, അല്ലെങ്കിൽ ഒന്ന് കോൾ ചെയ്തതിന് ശേഷം നമ്മുടെ ബാച്ചിന്റെ ഡീറ്റെയിൽസ് ഒക്കെ അറിഞ്ഞ് വേഗം തന്നെ എന്ത് ചെയ്യുക? സീറ്റ് ബുക്ക് ചെയ്യുക. കുഞ്ഞു പ്രായത്തിൽ തന്നെ അടിപൊളിയായിട്ട് പഠിച്ച് നമ്മുടെ രാജാവിന് പറ്റിയിട്ടുള്ള വിദ്യത്തരൊന്നും മക്കൾക്ക് പറ്റരുത് അല്ലെ? അപ്പൊ ബേസിക് എല്ലാം സ്ട്രോങ് ആക്കി ഫുൾ സെറ്റായി അടിപൊളിയായിട്ട് പഠിക്കണ്ടേ? അപ്പൊ എക്സാം വിന്നറിനൊപ്പം പഠിക്കാൻ നിങ്ങൾ റെഡി ആണെങ്കിൽ ഈ ഒരു വീഡിയോ ഒക്കെ എന്ത് ചെയ്യണം? നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, എല്ലാ ഫ്രണ്ട്സിലോട്ട് എത്തിക്കുക. ഇനി വേഗം തന്നെ ബാച്ചിലോട്ട് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലോട്ട് ഒന്ന് ജസ്റ്റ് കോൺടാക്ട് ചെയ്യാം.